ഹായ് ഫ്രണ്ട്സ്, ചക്കക്കുരുവും കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കൊരു ചപ്പാത്തി ഉണ്ടാക്കാം. അതിനുവേണ്ടി ചക്കക്കുരു ഞാൻ കുക്കറിലിട്ട് വേവിച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതായത് വെള്ളമൊന്നും ചേർക്കില്ല, വെള്ളമൊന്നും ചേർക്കാതെ വേണം നല്ലപോലെ അരച്ചെടുക്കാനായിട്ട്. അതിന് ശേഷം അതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഗോതമ്പ് പൊടി ഇട്ട് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ ഞാൻ മിക്സി അരച്ചില്ലേ, അതിൽ തന്നെ വെള്ളം ഒഴിച്ച് ആ വെള്ളമാണ് ചേർത്തേക്കുന്നത്. നമ്മൾ കുഴച്ചെടുക്കുക, നമ്മൾ സാധാരണ ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. ഒത്തിരി വെള്ളമാകരുത്, വെള്ളമാകാതെ വേണം കുഴച്ചെടുക്കാനായിട്ട്. അത് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ നമ്മൾ പരത്തിയെടുക്കണം. പരത്തിയ ചപ്പാത്തി നമ്മൾ ചുട്ടെടുക്കാൻ നേരത്തപ്പോൾ ഇച്ചിരി നെയ്യ് പുരട്ടണം. നെയ്യ് പുരട്ടിയിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അത് മറ്റേ ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി വരത്തില്ലേ, അതുപോലെ ഒത്തിരി പൊങ്ങിയൊന്നും ഇത് വരത്തില്ല. പക്ഷേ അത് കാരണം നമ്മൾ ഈ ചക്കക്കുരു അരയ്ക്കുന്നതിൻ്റെ അത് ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ തരികൾ കാണുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ മയം നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ പോരാ, നല്ല സോഫ്റ്റും നല്ലപോലെ ടേസ്റ്റും ഉണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ചാനലേ. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.